ബ്രൈറ്റ് നാവിഗേറ്ററിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ കാഴ്ച നാം കാണാൻ പോകുന്നത് എറണാകുളത്തെ ഏറ്റവും വലിയ വാക്ക്വേ ആയ കോപ്റ്റ് അവന്യൂ വാക്ക്വേയുടെ വിശേഷങ്ങളാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് തോപ്പുംപടി പാലത്തിനടുത്താണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞു നീട്ടുന്നില്ല, നമുക്കിന്നത്തെ ഈ ഒരു കാഴ്ചയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ നടന്നതാ ആ വാക്ക്വേയുടെ അകത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഇവിടേക്ക് എത്തിപ്പെടേണ്ടതെന്നല്ലേ. ആലുവ ഭാഗത്തുനിന്ന് വരുന്നവർക്ക് നേരെ വൈറ്റില ഫ്ലൈ ഓവർ കയറി കുണ്ടന്നൂർ ജംഗ്ഷനിലെത്തി അതിന് ഫ്ലൈ ഓവർ കയറാതെ അണ്ടർ പാസിലൂടെ റൈറ്റ് കയറി വരാൻ സാധിക്കുന്നതാണ്. ഇനി ആലപ്പുഴ ഭാഗത്തുനിന്ന് വരുന്നവർക്കാണെങ്കിൽ അരൂർ തോപ്പുംപടി റൂട്ടിൽ കയറിയിട്ട് പാമ്പായി മൂല എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ നിന്നും റൈറ്റ് കയറി ഇവിടേക്ക് എത്തിപ്പെടാവുന്നതാണ്. ആൻഡ് ഒബ്വിയസ്ലി ഫോർട്ട് കൊച്ചി ഭാഗത്തുനിന്ന് വരുന്നവർക്ക് തോപ്പുംപടി പാലത്തിലൂടെ തന്നെ ഇങ്ങോട്ട് കയറി വരാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 3 ഡയറക്ഷൻസ് ആണുള്ളത്. അപ്പം നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് നോക്കി വളരെ എളുപ്പത്തിൽ ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പം ഞങ്ങൾ വന്നത് വൈറ്റില ഭാഗത്തുനിന്നായിരുന്നു. സോ ഒട്ടും ബുദ്ധിമുട്ട് വന്നില്ല. അപ്പം വളരെ വേഗത്തിൽ എത്തിപ്പെടാൻ പറ്റി. പിന്നെ ഇവിടെ വരാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് 4 മണിക്ക് ശേഷമാണ്. അതിന് മുന്നേ വന്നു കഴിഞ്ഞാൽ വെയിലൊക്കെ കൊണ്ട് നിങ്ങൾ ആകെ പെട്ടുപോകും. അപ്പം അതുകൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും കാഴ്ചയിലേക്ക് പോകാം അല്ലേ. നിങ്ങൾ നോക്കുമ്പോൾ വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ആ നീണ്ട പാത്വേ. ഇവിടെ ആ കായൽ കണ്ടോ, എന്താ രസമല്ല. അതിൻ്റെ ഇടയിൽ കൂടെ കണ്ടൽക്കാടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു വശത്തൂടെ നിങ്ങൾക്ക് റോഡിലൂടെ ഇങ്ങനെ വണ്ടികൾ പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മുടെ കൊച്ചി നാവിക വിമാനത്താവളത്തിന് ഏറ്റവും അടുത്താണ് ഇത് സ്ഥിതി ചെയ്യണത്. ആ ഒരു വിശേഷതയുണ്ട്. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നല്ല വെയിലുണ്ട് കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു 4 മണി സമയത്ത് മാത്രമേ വരാവൂ എന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു രാവിലെ ഒരു 7-നും 10-നും ഇടയിൽ വരണം. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനലായ ബ്രൈറ്റ് നാവിഗേറ്റർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ഓൾ ഓഫ് ദ നോട്ടിഫിക്കേഷൻസ് കൊടുക്കുകയും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഞങ്ങൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഓരോ വീഡിയോകളും brightnavigator.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതോടൊപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും സന്ദർശിച്ച് ഞങ്ങളുടെ ഈ ഒരു ഉദ്യമത്തെ പ്രോത്സാഹിപ്പിക്കുക. നമ്മളിങ്ങനെ ഈ ഒരു പാത്വയിലൂടെ പോകുമ്പോൾ നല്ലൊരു മനോഹരമായ കാഴ്ചയാണ്. നമുക്ക് ഒരുപാട് ഇരിപ്പിടങ്ങൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഒരു വിശ്രമ കേന്ദ്രം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. അതും ആ ഒരു പ്രകൃതിയുടെ ആ ഓരോ വിഭവങ്ങളും നന്നായിട്ടത് വിനിയോഗിച്ചിട്ടുണ്ട്. കണ്ടോ, ആ ബാമ്പുവിൻ്റെ ആ ഒരു വുഡൊക്കെയാണ് റൂഫായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇരിപ്പിടങ്ങൾ കണ്ടോ, വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തേക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ബർഗർ, ഷെയ്ക്സ്, ജ്യൂസ്, ടീ, അൽഫാം, ഷവർമ തുടങ്ങിയ സാധനങ്ങൾ കിട്ടുന്ന സ്റ്റോൾസ്, ഓരോ കുഞ്ഞു കുഞ്ഞു സ്റ്റോൾസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് നേരം ഇങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നു. നല്ല ഒരു തണുത്ത കാറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു വെയിലും ഉണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ അധികം നേരം ഇരിക്കുന്നില്ല, അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ബ്രൈറ്റ് നാവിഗേറ്റർ എന്ന ഈ ചാനൽ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത്, സ്പോൺസർ ചെയ്യുന്നത് കൊച്ചിയിലെ പ്രമുഖ IT സ്ഥാപനമായ സ്മാർട്ട് വെബിനാണ്. വീണ്ടും നമ്മൾ ആ ഒരു മനോഹരമായ കാഴ്ചകളിലേക്ക് തന്നെ തിരികെ വന്നിരിക്കുകയാണ്. ഇടയ്ക്ക് ഞങ്ങളൊന്ന് വെള്ളമൊന്ന് കുടിക്കാൻ വേണ്ടി പോയി. അങ്ങനെ വീണ്ടും നമ്മൾ ആ ഒരു മനോഹരമായ കാഴ്ച, എന്താ ഭംഗിയല്ലേ ആ ഒരു കായലിൻ്റെ ഭംഗി. ആ പാത്വേ തന്നെ നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു പച്ചപ്പാണ്. അതിടയ്ക്ക് കണ്ടൽ കാടുകൾ, തോപ്പുംപടി പാലത്തിലൂടെ വണ്ടി പോകുന്നൊരു കാഴ്ച കണ്ടോ, എന്താ രസമല്ലേ. പക്ഷേ ഞങ്ങൾ വന്ന സമയത്ത് ഏകദേശം ഒരു 3:30 മണി ആയപ്പോൾ നല്ല രീതിയിൽ വെയിലായിപ്പോയി. സോ ഞങ്ങളങ്ങ് പെട്ടുപോയി. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങൾ ഒരു 4 മണിക്ക് ശേഷമേ വരാവൂ എന്ന്. എന്തായാലും നമുക്ക് ഇങ്ങനെ കാഴ്ചകളിലേക്ക് ഇങ്ങനെ കണ്ടു പോകാം. അതുപോലെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാലം കാണാൻ പറ്റും നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ. നമ്മുടെ ആലപ്പുഴ ഭാഗത്തുനിന്ന്, അതായത് നമ്മൾ അരൂർ തോപ്പുംപടി റൂട്ട് കയറിയിട്ട് നമ്മൾ വരുമ്പോൾ ഉള്ള കയറി ഇറങ്ങുന്ന പാലം, കണ്ണങ്ങാട്ട് പാലം എന്ന് പറയും. ആ പാലം നമുക്കിങ്ങനെ കാണാം. അപ്പോൾ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് കാണാം എന്തായാലും. അപ്പം ആ ഒരു പാലത്തിൻ്റെ കാഴ്ചയും കൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
ധാരാളം ഇരിപ്പിടങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതാണ് മറ്റൊരു പ്രത്യേകത. എന്തായാലും ഈ മോർണിംഗിന് ഈവനിങ്ങിനൊക്കെ ജോഗിങ്ങിന് വരുന്നവർക്ക് പറ്റിയ ഒരു പ്ലേസാണ്. കാരണം ഇവിടെ വേറെ ശല്യങ്ങളൊന്നും തന്നെ ഇല്ല. സുഖമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മോർണിംഗ് എക്സസൈസൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇടം തന്നെയാണ്. ഇപ്പോഴൊന്നും കയറി ഇതിൽ നിന്ന് ഇരിക്കരുത്, കാരണം ഈ കമ്പിയിലുള്ള ഇതിലൊക്കെ ചുട്ട് പഴുത്തിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കണില്ല. ഈ കോപ്റ്റ് അവന്യൂ വാക്ക് എന്ന് പറയുന്നത് കോപ്റ്റിൻ്റെ പൂർണ്ണ രൂപം കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് എന്നാണ്. സോ ഒബ്വിയസ്ലി ഇത് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ അധീനതയിലുള്ളതാണ്. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് അവന്യൂ വാക്ക് വേ എന്ന് പറയുന്നത് ഫോർട്ട് കൊച്ചിയിലെ വൺ ഓഫ് ദ മേജർ അട്രാക്ഷൻസിലൊന്നാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കൊച്ചിയിൽ എവിടെയൊക്കെ സ്ഥലങ്ങൾ നമുക്ക് പോകാൻ പറ്റും എന്നുള്ള ചോദ്യത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഉത്തരങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു വാക്ക് വേ എന്ന് പറയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യമാണ്, കൊച്ചിയിലെ ഏറ്റവും വലിയ വാക്ക് വേ ഏകദേശം 2.1 കിലോമീറ്റർ ആണ് ഈ ഒരു വാക്ക് വേയുടെ നീളം എന്ന് പറയണത്. ആൻഡ് ഇതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിശാലമായ ഒരു നടപ്പാത നമുക്ക് കാണാൻ സാധിക്കും. തോപ്പുംപടി കണ്ണങ്ങാട്ട് പാലം, നമ്മൾ 2 പാലങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഈ 2 പാലങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വാക്ക് വേ ആണിത്. സോ ആ ഒരു പ്രത്യേകത ഇതിനുണ്ട്. പിന്നെ നമുക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ധാരാളം വിശ്രമ കേന്ദ്രങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ ഇത് പ്രകാരം ഏകദേശം 200ഓളം കാറുകൾ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാഷ്റൂംസ് ഉണ്ട്, ബെഞ്ചസ് ഉണ്ട്, അതുപോലെ എന്ത് മനോഹരമാണ്, ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട്, അതുപോലെ തന്നെ ശുദ്ധജല പൈപ്പുകൾ, ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവരോട് ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ തന്നെ പല സ്ഥലത്ത് നമുക്ക് പൈപ്പുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അത്രയും വളരെ മനോഹരമായിട്ട്, പ്രത്യേകിച്ച് പ്രകൃതിക്ക് യാതൊരു കോട്ടവും തട്ടാത്ത രീതിയിൽ തന്നെ ഇവരിത് വിഭാവനം ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. വളരെ മാവ് തുടങ്ങി നമ്മൾ കണ്ടും കേട്ടും പരിചയമുള്ള ധാരാളം മരങ്ങളും തൈകളും ഒക്കെ തന്നെ ഇവരിവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. സോ അത്രത്തോളം ഇവർ പ്രകൃതിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇതിൻ്റെ അധികൃതർ ഈ ഒരു വാക്ക് വേ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. മോർണിംഗ് വാക്കും ഈവനിങ് വാക്കും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. ചിലർക്ക് ഒറ്റയ്ക്കല്ല, കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ നടക്കാൻ പോകാം എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് പറ്റിയ നല്ലൊരിടമാണ്. വളരെ ശാന്തമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. പ്രത്യേകിച്ചും എന്താ പറയുക, ഏറ്റവും എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു അട്രാക്റ്റീവായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ആ കാർ പാർക്കിംഗ് സൗകര്യം തന്നെയാണ്. അതിനവർ നല്ല രീതിയിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാറ് മാത്രമല്ല കേട്ടോ, ബൈക്കും പാർക്ക് ചെയ്യാം. ആൻഡ് ഇതുപോലെ തന്നെ നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ് ഈ ചെടികളും പൂക്കളൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ച. അതും അവർ നന്നായിട്ട് തന്നെ, അത് കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ണിന് ഭയങ്കര ഒരു കുളിർമയാണ് അത് കാണുമ്പം. പിന്നെ അതുപോലെ തന്നെ ഫാമിലിക്ക് ചിലവഴിക്കാൻ പറ്റിയ നല്ലൊരിടമാണ്. കാരണം നമ്മൾ എന്താ പറയുക, ഈ ഏറ്റവും ചുരുങ്ങിയ ഏറ്റവും ലോ ബഡ്ജറ്റിൽ നമുക്ക് കുറച്ച് സമയം ഫാമിലിയൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പറ്റിയൊരിടമാണ്. ഇപ്പം നമ്മളിത് മനോഹരമായ മറ്റൊരു ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ കയറുകയാണ് കേട്ടോ. ആ നോക്കുമ്പോൾ തന്നെ എന്താ ഭംഗിയല്ലേ. അപ്പുറം ഇപ്പുറം ഓരോ അഴികൾ, ആഹാ, ഒരു മേളിൽ നോക്കി ഒരു ടെൻറ്റിൻ്റെ ഒരു ഷേപ്പ് പോലെ ഇങ്ങനെ ഒരു ത്രികോണാകൃതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല വെയിലാണ് കേട്ടോ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. എന്തായാലും നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. അങ്ങോട്ടുള്ള കാഴ്ചകളും ഇതിനപ്പുറം മനോഹരമായിരിക്കും. ഇവിടുത്തെ ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു കാര്യം വെച്ചാൽ പല സ്ഥലവും കഫ്റ്റീരിയാസ് ഉണ്ട്. ഞങ്ങൾ ആദ്യം പോയ സ്ഥലത്ത് ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു കേട്ടോ. അത് കുറച്ച് കത്തി റേറ്റ് ആയിപ്പോയി, അതായത് 3-4 ഇരട്ടി റേറ്റൊക്കെ ആയിപ്പോയി. അതെവിടാണെന്നൊന്നും ഞാൻ പറയണില്ല. ചിലയിടത്ത് ന്യായമായിട്ടുള്ള റേറ്റേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ നോക്കി ഏറ്റവും മികച്ച കഫ്റ്റീരിയാസ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ആ കണ്ണങ്ങാട്ട് പാലത്തിൻ്റെ ഒരു ക്ലോസ് വ്യൂ കണ്ടോ. നമ്മളതിൻ്റെ ഏകദേശം നമുക്ക് വെയിൽ കാരണം നമുക്ക് ഒരുപാട് അടുത്തോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നണില്ല, എന്നാലും നിങ്ങൾക്ക് ആ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ. കുറഞ്ഞ ചിലവിൽ ആൻഡ്രോയിഡ് iOS ആപ്പിലൂടെയും വെബ്സൈറ്റിലൂടെയും നിങ്ങളുടെ നിലവിലെ വ്യവസായമോ അല്ലെങ്കിൽ സ്റ്റോറോ ഓൺലൈനാക്കി മാറ്റിക്കൊണ്ട്
നിങ്ങളുടെ ബിസിനസ് മെച്ചപ്പെടുത്തുവാനും അതിലൂടെ ധാരാളം ലാഭങ്ങൾ സൃഷ്ടിക്കുവാനും സാധിക്കുന്നതാണ്. സോ ഇന്ന് തന്നെ ഈ ഒരു സുവർണ അവസരം കരസ്ഥമാക്കുക. താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെട്ട് ഈ ഒരു സേവനം ഉറപ്പുവരുത്തുക. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ചിൽഡ്രൻസ് പാർക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 2 കിലോമീറ്റർ അധികം ദൈർഘ്യമുള്ള കൊച്ചിയിലെ ഏറ്റവും വലിയ വാക്ക്വേ ആണ്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് വിശാലമായ ഒരു ഏരിയ ആണ് കാണാൻ. കായലിൻ്റെ സൈഡിൽ തന്നെയുള്ള ഏരിയ. നമുക്ക് കണ്ണങ്ങാട്ട് പാലം നമുക്ക് കാണാം. എന്തൊക്കെ ഫെസിലിറ്റീസാണ് നമുക്ക് ഇവിടെ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ ടോയ്ലറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, കണ്ടോ. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കുട്ടികൾക്കുള്ള പ്ലേ ഗ്രൗണ്ട്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഈ കാണുന്നതാണ് മൾട്ടി ജിം, ഓപ്പൺ ജിംനേഷ്യം. ഇത് ഓപ്പൺ അല്ല, പബ്ലിക്കിന് വേണ്ടി ഉടനെ തന്നെ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതാണ്. സോ ഇത്രയും ഒരു പ്രത്യേകതയുള്ള ഒരു ഏരിയ ആണ് ഈ കോപ്റ്റ് അവന്യൂ വാക്ക്വേയുടെ ഈ ഒരു ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയുന്നത്. നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും പല കളി ഉപകരണങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കുട്ടികളുടെ ഒരു പ്ലേ ഏരിയയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നമുക്ക് തന്നെ അറിയാം അല്ലേ എന്തൊക്കെയാണ് ഇതെന്നൊക്കെ. അപ്പം ഇങ്ങനെ വിശാലമായൊരു പ്ലേ ഏരിയ ഇവിടെ ഈ ഒരു കോപ്റ്റ് അവന്യൂ വാക്ക്വേ നിങ്ങൾക്കായിട്ട് സമ്മാനിക്കുകയാണ്. എന്തൊക്കെ സാധനങ്ങളാണെന്ന് നോക്കിക്കേ. നമ്മുടെ ഈ ഒരു വാക്ക്വേയുടെ ആ ഒരു ഭംഗി കണ്ടോ. നല്ല മനോഹരമായ പുൽത്തകിടി, പലതരത്തിലുള്ള പുഷ്പങ്ങൾ, മനോഹരമായ ഇരിപ്പിടങ്ങൾ. ചിലതിൻ്റെയൊക്കെ പെയിൻ്റൊക്കെ ഇളകിയിട്ടുണ്ട്, എങ്കിലും അത് പ്രോപ്പറായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഡസ്റ്റ്ബിൻ. നിങ്ങൾ ഈ ഒരു വാക്ക്വേ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുന്നതാണ് എത്രത്തോളം അവർ നീറ്റാക്കി ഇട്ടേക്കും. നമ്മൾ ചില വാക്ക്വേ ഒക്കെ പോകുമ്പം ഭയങ്കരമായിട്ട് വൃത്തികേടായിട്ടായിരിക്കും ഇരിക്കുക. കാരണം പേപ്പറും ചാപ്പറും ഉണ്ടോ, ഒരു രീതിയിലുള്ള ഒരു ഇതില്ല. നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ്? വളരെ ഷോർട്ടാണെങ്കിലും നമുക്ക് എന്താ പറയുക, നമ്മുടെ ആ ഒരു ഒഴിവ് സമയങ്ങളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ലൊക്കേഷനാണ് ഈ കോപ്റ്റ് അവന്യൂ വാക്ക്വേ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും ഒക്കെ നിങ്ങൾ ഇവിടെ വന്ന് സമയം ചിലവഴിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോവുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്, ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കണും ഓൾ ദ നോട്ടിഫിക്കേഷൻസ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും കറക്റ്റ് സമയത്ത് നിങ്ങളുടെ ഇമെയിലിലേക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. ആൻഡ് അതോടൊപ്പം തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഓരോ വീഡിയോസും യൂട്യൂബ് ചാനലിൽ മാത്രമല്ല brightnavigator.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പും ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിലും നിങ്ങൾക്ക് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. എനിഹൗ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു പുതുമയുള്ള വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ